കൊച്ചി രൂപതയുടെ നിയുക്ത മെത്രാൻ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? ഇപ്പോൾ നിമിഷം ശരിക്കും പറഞ്ഞാൽ എന്തോ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു ഇത് കേൾക്കുമ്പോൾ. ലൈവാണ് കാണുന്നത്. പുള്ളി പറഞ്ഞിട്ടില്ലായിരുന്നു. ശരിക്കും തലകറങ്ങണ പോലെയൊക്കെ തോന്നി. ഞാനൊരു കസേരപ്പുറത്ത് ഇരിക്കാൻ ഒരു കസേര നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഇതായിരുന്നു. കാരണം സന്തോഷമാണ്, സങ്കടമാണ്, മനസ്സിൽ എന്താ തോന്നിയെന്നൊരു പിടിയും കിട്ടുന്നില്ല. അത്ര ഇതായിപ്പോയി. കാരണം പുള്ളിയുടെ നേരത്തെയൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും പുള്ളി അത് ശരിയാവില്ല, ഞാനാവില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. കാരണം ഇപ്പം അങ്ങനെ പറയുന്നത് കാരണം സ്വന്തം അനിയൻ അങ്ങനെയാണ് പിതാവ്. പിന്നെ എന്താ വെച്ചാൽ സ്വന്തം ചെറുപ്പത്തിൽ എങ്ങനെ വിളിക്കുന്നത് ആ ഒരു വിളിയാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചു പോകുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ പിതാവ് ഇതിനു മുമ്പോ അല്ലെങ്കിൽ വിളിച്ചിരുന്നോ? ഇന്നലെ എങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചിരുന്നോ വീട്ടിലേക്ക്? കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നായിരുന്നു. ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഓർന്നില്ല. ചൊവ്വാഴ്ച അപ്പിച്ചിയുടെ അമ്മച്ചിയുടെയും ആണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വർഷവും കൂടുന്ന ഇവിടെ മുണ്ടമ്പല്ലി മഠത്തിൽ കുർബാന വെച്ച് ഞങ്ങൾ വീട്ടുകാർ മാത്രം, ഞങ്ങളൊരു 60-62 പേരുണ്ട്. 7 മക്കളും അവരുടെ അളിയന്മാരും മക്കളും അവരുടെ മക്കളും എല്ലാം കൂടി 65 പേരുണ്ടാവും. ഞങ്ങൾ എല്ലാവരും എല്ലാ വർഷവും കൂടുന്നത്. അതുപോലെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും വന്ന് പുള്ളിയാണ് കുർബാന വരുന്നത്. അപ്പോൾ അതൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അതിനെപ്പറ്റി സൂചന ഒന്നുമില്ല. കാരണം ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞ് അടുത്ത അപ്പിച്ചിരം കഴിഞ്ഞ വർഷം അപ്പിച്ചിരമ്മച്ചരെയും ഇതുപോലെ ആണ്ടിന് ചിലപ്പോൾ ബിഷപ്പായിരിക്കും വരുന്നത് ചൊല്ലുന്നപ്പോൾ ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞ് താനങ്ങനെ പറയരുത്, ശരിയാവില്ല എന്നൊക്കെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ എല്ലാ കാര്യം എൻ്റെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യമില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഒന്നും പറയില്ല, ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുകയില്ല. മരുവനിടയ്ക്ക് ചോദിക്കുമായിരുന്നു, മരുവനും ഇപ്പോൾ ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ ആകുന്ന പ്രതീക്ഷയില്ലാഞ്ഞ് ഞങ്ങൾക്ക് ജോണിയച്ചനാകുമെന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ജോണിയച്ചൻ ഞാൻ നോക്കി വെച്ചത്. അങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പേര് വിളി വന്നത് അല്ലേ? അപ്പോൾ തന്നെ അവിടെ വണ്ടി എടുത്തും കൂടെ പോകുന്നു ഇല്ല. അപ്പോൾ പിന്നെ അവിടെ ബഹളമായി. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പള്ളിയിൽ മുണ്ടമ്പല്ലി പള്ളിയിൽ ഞായറാഴ്ച മിഷൻ സൺഡേ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ബിരിയാണി ചലഞ്ചിൻ്റെ അതിൻ്റെ കമ്മിറ്റിയിലുള്ളത് ഞാൻ. അപ്പോൾ അതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യായിരുന്നു. കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പച്ചക്കറി അരിയാനും സവാള പൊളിക്കാനൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടുകഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആരും പണ്ടടിച്ചു പോയി. എല്ലാവരും പിന്നെ ചിലവ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനാണെങ്കിൽ ആകെ ടെൻഷനായി. ഇതെന്താ ചെയ്യുക, ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കണം ബിഷപ്പ് ഹൗസിലുണ്ടാ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. പിതാവ് പ്രതീക്ഷിച്ചാണില്ല, വന്ന ഉടനെ തന്നെ പിതാവ് കെട്ടിപ്പിടിച്ചല്ലേ? ഒരിക്കലും ഞങ്ങൾ വരുന്ന മുന്നേ കണ്ടെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. സഹോദരങ്ങളൊക്കെ എന്താ പറഞ്ഞേ? ചേട്ടാ വിളിച്ചായിരുന്നു. ചേട്ടനോട് ചോദിച്ചു, എടാ നീ എവിടെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങോട്ട് പോകാൻ പോയാണ് ബിഷപ്പ് ഹൗസിലേക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു താൻ വരുന്നുണ്ടാകും പറഞ്ഞാൽ പുള്ളി ഡ്യൂട്ടിയിലാണ്, അത് കുഴപ്പമില്ല ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ്. എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ 7 മക്കളാണ് അല്ലേ? ഒരുമിച്ച് വളർന്നതാണ്. ഇപ്പോൾ അനിയൻ ഒരു മെത്രാനായിരിക്കും. അതും കൊച്ചി രൂപതയുടെ വളരെ പാരമ്പര്യമുള്ള പൗരാണികമായ വലിയൊരു രൂപതയാണ് കൊച്ചി രൂപത. അങ്ങനെ ആ ഒരു വലിയൊരു രൂപതയുടെ ഒരു പിതാവായിട്ട് മാറുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പഴയ കാലഘട്ടങ്ങളൊക്കെ ആലോചിക്കുന്നത്? എങ്ങനെയാണ് വൈദികനാവുന്ന സമയത്തും അല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ ഒപ്പമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാവോ? ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക. കാരണം പണ്ടും ഇയാൾക്ക് അതിൻ്റെ ആ ഒരു ചട്ടക്കൂടെ ഉണ്ട് ഇയാൾക്ക്. അതിന് അപ്പുറത്തോട്ട് പിന്നെ പോകില്ല. പുള്ളി വീട്ടിൽ വന്നാലും ശരി പുള്ളിയുടെ കാര്യങ്ങൾ, കാരണം എല്ലാവരും ഞങ്ങൾ പെങ്ങാന്മാരും എല്ലാവരും തന്നെയാണെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇയാളോട് സംസാരിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നും അപ്പിച്ചിയും അമ്മിച്ചിയൊക്കെ ഉള്ളപ്പോഴും അച്ചാന്ന് വിളിക്കുള്ളൂ പുള്ളീനെ. അപ്പോൾ പുള്ളി ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സാധാരണ ചെറുപ്പത്തിൽ വിളിക്കുന്ന ഒരു വിളിയാണ് ആഗ്രഹിക്കുന്നത്. പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ എന്താ പറയേണ്ടതെന്ന് അറിയാമല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളിതൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ചപ്പോഴേക്കുമാണ് ഞാൻ തന്നെ ഇത് അറിയണത്. ടി വിയിൽ പോലും ഞാനിത് കണ്ടില്ലായിരുന്നു. വിളിച്ച് പറയുമായിരുന്നു ചെയ്തത്. അപ്പം തന്നെ സന്തോഷമാണ്. ഈ പറഞ്ഞ കണക്ക് തന്നെ വിറയ്ക്കുമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ധാരാളമായിട്ട് വേണ്ടതാണ്. ഇനിയത്
ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ആളുടെ ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട്? എപ്പോഴും നല്ല ആള്, നല്ല ജോളിയാണ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങളതുകൊണ്ട് തന്നെ ഇങ്ങനെ അച്ഛാന്ന് ഞങ്ങൾ വിളിക്കാറില്ല. അച്ഛൻ പേര് അല്ലെങ്കിൽ അങ്ങനെ അതേ വിളിക്കുകയുള്ളൂ, അല്ലാണ്ട് അച്ഛാന്ന് വിളിക്കണ്ടെന്ന് അങ്ങനെ പറഞ്ഞേക്കണത് കൊണ്ട് ഞങ്ങളങ്ങനെ വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്, പെങ്ങന്മാരും അളിയന്മാരും മക്കളെല്ലാവരും കൂടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട് വീട്ടിൽ. അപ്പം അച്ഛൻ്റെ ആ സൗകര്യം അച്ഛൻ പറയുന്ന ആ ഡേറ്റിനൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വരുന്നത്, തറവാട്ടിൽ നമ്മളാണല്ലോ, എല്ലാവർക്കും വരുന്നത് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യവും അച്ഛനാണ്. പിതാവ് ഇങ്ങനെ പറയുണ്ടായി, ഒരു വൈദികനാവാനായിട്ടുള്ള പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ പിതാവാണെന്ന് പറയുണ്ടായിരുന്നു. അപ്പച്ചനാണ് ആൾക്ക് ഒരു വൈദികനാകാനുള്ള ഒരു പ്രചോദനം നൽകിയത് എന്ന് പറയുന്നു. എങ്ങനെയാണ് അതിനൊക്കെ? അല്ല, അത് ശരിയായിരിക്കും. കാരണം ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ പുള്ളി കണ്ടുപിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അപ്പിച്ച് ഒരു ദിവസം പോലും പള്ളിയിൽ മുടങ്ങിയാൽ പള്ളി പോകാതിരിക്കില്ല. എല്ലാ ദിവസവും തന്നെ പോകും പള്ളിയിൽ. പോകുമെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് റെഡിയാക്കി പുള്ളി ഓടിയാണ് പോകണം പള്ളിയിൽ. കാരണം പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വേണം പുള്ളിക്ക് റെഡിയായിട്ട് ജോലിക്ക് പോകാനായിട്ട്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒരു കൂലി പണിയെടുത്ത് കഴിയുന്നതാണ്. ഇത്ര മക്കളെ പോറ്റണം. അപ്പോൾ ഒരു ദിവസം പണി പോലും മുടങ്ങാൻ പറ്റില്ല. എന്നാൽ പള്ളിയിലും പോകാതിരിക്കില്ല. അതുകൊണ്ടൊക്കെ ധരിക്കും പുള്ളിക്ക് ആ ഒരു ഇത്. ഇന്നും ഞങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങളും എല്ലാവരും ഡെയിലി പള്ളിയിൽ പോകും. ഞങ്ങൾ രണ്ടുപേരും ഡെയിലി പള്ളിയിൽ പോകും. ആ ഒരു ഇത് കാരണം അപ്പനായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഇപ്പോഴും എല്ലാവരും പെങ്ങന്മാരാണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥനയും ധ്യാനം കൂടലും പള്ളിപ്പോക്കും ചിറ്റ് ധ്യാനവും, അത് ഈ പെങ്ങന്മാരുടെ കാര്യം പറഞ്ഞാൽ എല്ലാം അങ്ങനെയൊക്കെ തന്നെ. 4 പേരെ അങ്ങനെ ഒരുമിച്ച് 4 കൂടിയാണ് ഒരുമിച്ച് കഴിഞ്ഞിടയ്ക്ക് വേളാങ്കണ്ണി പോയി 4 പെങ്ങന്മാർ ഒരുമിച്ച്. എന്തായാലും പ്രാർത്ഥനയിൽ ഒരുമിച്ച് അല്ലേ, കുടുംബത്തിൽ ഇപ്പോഴും പോകുന്ന ഒരു കുടുംബം. ഐക്യം കിട്ടാ അപ്പച്ചനും പ്രാർത്ഥനയായിരിക്കാം ചിലപ്പോൾ. ഞാനത് ഓർത്ത് പോയി ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ അവരുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടായിരിക്കും. കാരണം ദൈവം കണ്ടു അല്ലേ, തീർച്ചയായിട്ടും അത് അതുകൊണ്ടൊന്ന് വലിയൊരു സ്ഥാനത്തിലേക്ക് ദൈവം എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞ പോലെ അച്ഛാന്ന് വിളിക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് പിതാവെന്ന് വിളിക്കാനായിട്ടുള്ള ഒരു തരത്തിലേക്ക് ആ ഒരു അനുഭവം അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്.